ഹലോ, നമസ്കാരം. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ ജനകീയ പരിപാടി പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ അധികാരികളിലെത്തിക്കുക, അതിന് പരിഹാരം കാണുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഞാൻ വി ദിലീപ് കുമാർ. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് ആദ്യം പോകുന്നത് അധികാരസ്ഥാനത്തെ ചില തർക്കങ്ങളിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട്ടു നിന്നും ഇടുക്കി ജില്ലയിലെ ദേവികുളത്തു നിന്നും വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് അധികാരത്തിനുള്ള വടംവലി മാത്രമല്ല, മറിച്ച് വാഹനത്തിനുള്ള പിടിവലി കൂടിയാണ്. പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലാണ് പോര്. വാഹനത്തിന്റെ പേരിൽ തുടങ്ങിയതാണ് തർക്കം. സെക്രട്ടറിയെ പൂട്ടിയിടുന്നതിലേക്കും ആത്മഹത്യാ ഭീഷണിയിലേക്കും വരെ എത്തി കാര്യങ്ങൾ. ദേവികുളത്തും സങ്കീർണമാണ് സ്ഥിതി. തഹസിൽദാരുടെ കാല് തല്ലിയൊടിക്കുമെന്നാണ് സ്ഥലം MLA-യുടെ ഭീഷണി. കാണാം, ന്യൂസ് ഡെസ്കിൽ നിന്നും വിനയ് ഉണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട്. എല്ലാം ജനത്തിനാണ്. ഭരണചക്രം തിരിക്കുന്നതിൽ ജനപ്രതിനിധികൾക്കുള്ളതുപോലെ തന്നെ പ്രാധാന്യം ഉദ്യോഗസ്ഥർക്കുമുണ്ട്. പരസ്പര പൂരകമായി പ്രവർത്തിച്ചാലേ ജനങ്ങൾക്ക് ഭരണകൂടത്തിന്റെ സേവനം കൃത്യമായി ലഭിക്കുകയുള്ളൂ. എന്നാൽ തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്തിലും ഇടുക്കി ദേവികുളം താലൂക്കിലും അധികാര വടംവലിയുടെ പേരിലുള്ള തമ്മിൽ തല്ലാണ് നടക്കുന്നത്. രംഗമൊന്ന് വെള്ളനാട് പഞ്ചായത്ത്. ഇവിടെ പ്രസിഡന്റും CPIM നേതാവുമായ വെള്ളനാട് ശശിയും സെക്രട്ടറി S സിന്ധുവും തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് മാസങ്ങളായി. പുതിയ പഞ്ചായത്ത് സമിതി ചുമതലയേറ്റ അന്നാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. സെക്രട്ടറി വാഹനവുമായി പുറത്തുപോയത് ശശിയെയും സംഘത്തെയും ചൊടിപ്പിച്ചു. പ്രസിഡന്റിന് പുറത്തുപോകാൻ വാഹനം കിട്ടാതായതോടെ തർക്കം സംഘർഷമായി. ഒടുവിൽ കത്തിയെടുത്ത് സ്വയം കുത്തുമെന്ന് വനിതാ സെക്രട്ടറിയുടെ ഭീഷണി. ഞാൻ ഒരു 3:30 മണിക്ക് ഞാനും ഡ്രൈവറും കൂടെ കളക്ടറേറ്റിൽ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് പ്രസിഡന്റ് ചീത്ത വിളിച്ചുകൊണ്ട് ഇവിടെ എല്ലായിടത്തും പറഞ്ഞ് അവനെ ഞാൻ ഇടിക്കുമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഡ്രൈവർ വണ്ടി എടുക്കാൻ ആര് പറഞ്ഞ് എന്റെ അധികാരത്തിലാണ് വണ്ടി ഇരിക്കുന്നത്, വണ്ടി എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ പ്രസിഡന്റ് 2 മെമ്പറേയും കൂട്ടി വന്ന് നമ്മുടെ ഡ്രൈവറെ ചെമരോട് ചേർത്ത് കൊങ്ങൊക്കെ ഇടിച്ചിട്ട് താക്കോല് പിടിച്ചു മേടിച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഓടി ചെന്നപ്പോഴത്തേക്ക് പ്രസിഡന്റ് എന്നെ ഈ റൂം പൂട്ടി 2 ഈ വനിതാ മെമ്പർമാരെ കൊണ്ട് എന്നെ അടുപ്പിക്കുക എന്ന്. ഇതാണ് ഇപ്പൊ പ്രസിഡന്റ് ഇതെന്ന് പറഞ്ഞാൽ വനിതാ മെമ്പറെ കൊണ്ട് എന്നെ അടുപ്പിക്കുക. വൈകിട്ട് 5 മണിക്കു ശേഷം ഔദ്യോഗിക വാഹനം വിട്ടുകൊടുക്കാനാകില്ലെന്ന് സെക്രട്ടറി നിലപാടെടുത്തു. ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നും ജാതി അധിക്ഷേപം നടത്തിയെന്നും സെക്രട്ടറി പരാതി നൽകിയതോടെ വെള്ളനാട് ശശിക്കെതിരെ കേസുമെടുത്തു. കഴിഞ്ഞ ദിവസം സെക്രട്ടറിയെ പ്രസിഡന്റും 2 വനിതാംഗങ്ങളും ചേർന്ന് മുറിയിൽ പൂട്ടിയിട്ടതായിരുന്നു പുതിയ സംഭവം. സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിലുള്ള തർക്കം കാരണം പഞ്ചായത്തിൽ ഭരണസ്തംഭനമെന്നാണ് അംഗങ്ങളുടെ ആരോപണം. 1.5 മാസം കൊണ്ട് വാഹനം എനിക്ക് പോകാൻ തരത്തില്ല. നിയമാനുസരണം എനിക്ക് വാഹനം പഞ്ചായത്ത് പ്രസിഡന്റ് പോകാൻ ഉണ്ടെങ്കിലേ പിന്നെ സെക്രട്ടറി പോകാൻ പറ്റും. അവധി എടുത്താൽ എന്നെ അറിയിക്കാറില്ല. പഞ്ചായത്ത് പോകാൻ പോകും, കിട്ടാൻ പാടില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് ശേഷം ആ സ്ത്രീയുടെ മുറിയിൽ പോയിട്ടില്ല. ആ സ്ത്രീയെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ മുറി വിളിച്ചിട്ടില്ല. ഒരു കാര്യങ്ങളും ഞാൻ സംസാരിച്ചില്ല. രംഗം 2 ദേവികുളം താലൂക്ക്. ഇവിടെ സ്ഥലം MLA A രാജയും മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ CV ഗായത്രിയും തമ്മിലാണ് തർക്കം. അവരോട് പറഞ്ഞേക്കണം, മര്യാദയ്ക്ക് നല്ല കയ്യും കാലം തല്ലി പിടിക്കും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. സ്റ്റാഫുകളോട്, നടരാജൻ അടക്കമുള്ള ആളുകളോട് ചേട്ടാ, ഇതുവരെ നമ്മൾ പറഞ്ഞ മാന്യമായിട്ടുള്ള ഭാഷയിലാണ് പറഞ്ഞത്. ആ മാന്യമായിട്ടുള്ള ഭാഷ കേൾക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. മേഖലയിലെ പട്ടയഭൂമിയിൽ വീട് നിർമ്മാണത്തിനുൾപ്പെടെ NOC നൽകാത്തതിൽ A രാജ പ്രതിഷേധിച്ചിരുന്നു. കേരളത്തിലെ മറ്റിടങ്ങളിൽ പഞ്ചായത്ത് പെർമിറ്റ് ഉപയോഗിച്ച് വീട് നിർമ്മിക്കാൻ സാധിക്കുമെങ്കിലും മൂന്നാർ ഉൾപ്പെടെയുള്ള 13 വില്ലേജുകളിൽ തഹസിൽദാരുടെയോ സബ് കളക്ടറുടെയോ NOC നിർബന്ധമാണ്.
കഴിഞ്ഞ 8 മാസമായി ഈ മേഖലയിൽ NOC അനുവദിക്കുന്നില്ലെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നുവെന്നുമാണ് MLAയുടെ ആരോപണം. എന്നാൽ സ്ഥലം പുറമ്പോക്കാണെന്നും കയ്യേറ്റമാണെന്നും ബോധ്യപ്പെട്ടാൽ ഒഴിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുമാണ് തഹസിൽദാറുടെ നിലപാട്. അല്ലാത്തപക്ഷം സർക്കാർ ഇടപെട്ട് എന്നെ സ്ഥലം മാറ്റൂ എന്നും തഹസിൽദാർ MLAയ്ക്ക് മറുപടി നൽകി. അധികാരത്തിലെ മൂപ്പിളമ തർക്കം ഒരു വശത്ത് തുടരുമ്പോൾ ഇതിനിടയിൽപ്പെട്ട് വട്ടം കറങ്ങുന്നത് പൊതുജനമാണ്. റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെയാണ് ഏറ്റവും പ്രധാനം. അതിനനുസരിച്ച് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പ്രവർത്തിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാത്തിനും അതീതമാണ് ഈ നിയമം എന്ന കാര്യം കൂടി തിരിച്ചറിയുക. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു. എന്നെ എന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തിയത്? സത്യം ഒരു ദിവസം തെളിയും. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിച്ചതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ ജസീല വീഡിയോയിൽ വിവരിച്ചതാണ് ഈ കാര്യം. നാലത്തടുക്കം സ്വദേശി ജസീല വിഷം കഴിച്ചാണ് ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ പോലീസും പ്രതിക്കൂട്ടിലാണ്. കാണാം അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജസീലയുടെ ജീവനെടുത്തതാര്? മോഷണക്കുറ്റം ആരോപിച്ച് നിരന്തരമായി വേട്ടയാടിയെന്നും അതിൽ മനംനൊന്ത് മരിക്കാൻ തീരുമാനിച്ചെന്നുമാണ് കാസർഗോഡ് നാലത്തടുക്ക സ്വദേശിയായ ജസീല സ്വയം ചിത്രീകരിച്ച വീഡിയോ ദൃശ്യത്തിൽ പറയുന്നത്. ആത്മാർത്ഥമായി വിശ്വസിച്ചവർ തന്നെ ചതിച്ചെന്നാണ് ആ വീഡിയോയുടെ ഉള്ളടക്കം. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറെ ശിക്ഷ വയ്ക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിന്റെ ഉമ്മാന്റെ ഗോൾഡ് മിസ്സായി. അത് ഞാൻ എടുത്തെന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ആരും ഞാൻ ഏതൊക്കെ ചെക്കുമ്പോഴൊക്കെ എന്നെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവർ നിന്റെ ഭാഗത്ത് തന്നെ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എൻ്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിൻ്റെ ഉമ്മ. ഒരാഴ്ച മുൻപാണ് മാസ്തിക്കുണ്ടിലെ ഭർത്തൃ വീട്ടിൽ നിന്ന് നാലത്തടുക്കയിലെ സ്വന്തം വീട്ടിലേക്കെത്തിയ ജസീല വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ബോവിക്കാനം സ്വദേശിയായ ആൺസുഹൃത്തും കുടുംബവും ചതിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ജസീല വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആത്മഹത്യാ ശ്രമം. ആൺസുഹൃത്ത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ജസീലയിൽ നിന്ന് വാങ്ങിയ സ്വർണം യുവതി തിരിച്ചു ചോദിച്ചിരുന്നു. ഇതിന്റെ പ്രതികാര നടപടിയായി ജസീല 9.5 പവൻ സ്വർണം വീട്ടിൽ നിന്ന് മോഷ്ടിച്ചെന്ന് ആൺസുഹൃത്തിന്റെ മാതാവ് ആദൂർ പോലീസിൽ പരാതി നൽകി. ജസീല സ്വർണം മോഷ്ടിച്ചെന്ന പ്രചരണം നാട്ടിൽ ശക്തമാക്കുകയും ചെയ്തു. യുവതിയെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പരാതിയിൽ കഴമ്പില്ലെന്ന് മനസ്സിലായതോടെ വിട്ടയച്ചു. ഇതിന്റെ മനോവിഷമത്തിലാണ് യുവതി നാലത്തടുക്കയിലെ സ്വന്തം വീട്ടിലേക്കെത്തിയത്. ആലൂർ പോലീസ് വിളിപ്പിച്ചിന്. എന്നിട്ട് ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഓളിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും. ഞാൻ പൊന്നെടുത്തിട്ടാ എന്നെ പറയുമ്പോൾ പോലീസുകാരോട് പറഞ്ഞ് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ അടുത്തിന് ഉള്ളാട് നിന്നെ കഴിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പം ഞാനും കേട്ട് പോലീസ് നായനൊക്കെ കൊണ്ട് നമുക്ക് തെളിയല പറഞ്ഞ് പോലീസ് നായനൊന്നും കൊണ്ടുവരാൻ കഴിയല. ആൺസുഹൃത്തിന്റെ മാതാവ് ജസീലയെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ പരാതി സ്വീകരിച്ചില്ലെന്നും അവസാനമായി പുറത്തുവിട്ട വീഡിയോയിലൂടെ യുവതി ആരോപിക്കുന്നുണ്ട്. സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ കുടുംബം വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ജസീലയ്ക്കെതിരെ ആൺസുഹൃത്തിന്റെ മാതാവ് നൽകിയ പരാതിയിൽ പോലീസിനിപ്പോഴും സംശയമുണ്ട്. വ്യാജ പരാതി നൽകി ജസീലയെ വേട്ടയാടിയതാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ തക്കതായ നടപടിയുണ്ടാകണം. പ്രതികാരത്തിന്റെ പേരിൽ നൽകിയ പരാതിയിൽ നഷ്ടമായത് ഒരു മനുഷ്യജീവൻ മാത്രമല്ല, 2 കുഞ്ഞുങ്ങളുടെ ജീവിതം കൂടിയാണ്. അരുൺ പാറയ്ക്കൽ, 24, കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എബ്രഹാം തോമസ് പറയുന്നു, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുന്ന പോലീസ് എന്ന്. വനജ PR പറയുന്നു, കള്ളൻ എന്ന പേര് നിഷ്കളങ്കർക്ക് സഹിക്കാൻ കഴിയില്ല എന്ന്. രവികുമാർ PB പറയുന്നു, നേരത്തെ ഒരു യുവതിയെ മോഷണക്കുറ്റം ആരോപിച്ച് അകത്താക്കാൻ ശ്രമിച്ച
പോലീസും വീട്ടുടമസ്ഥനും ഉൾപ്പെട്ട ഈ സംഘമാണ് എന്ന്. അങ്ങനെ ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. വേനൽ മഴ ചെറുതായി ഒന്ന് പെയ്തപ്പോഴേക്കും 67 കോടി രൂപ മുടക്കി നിർമ്മിച്ച റോഡ് തോടായി മാറി. ഈ മാസം ആദ്യം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്ത പോത്തൻകോട് മംഗലപുരം റോഡിനാണ് ഈ ദുരവസ്ഥ. റോഡിന്റെ വശങ്ങളിലുള്ള ഓടകളുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് പെട്ടെന്നുള്ള ഈ വെള്ളക്കെട്ടിന് കാരണം. കഷ്ടപ്പാട് അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളും. കാണാം ജിബിൻ JB തയ്യാറാക്കിയ റിപ്പോർട്ട്. സൂപ്പർ റോഡ്, ജനത്തിന് സൂപ്പർ പണി. കോടികൾ മുടക്കി നിർമ്മിച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം ഉദ്ഘാടനം ചെയ്ത അതിമനോഹരമായ പോത്തൻകോട് മംഗലപുരം റോഡാണിത്. പക്ഷേ ഒരു ചെറിയ മഴ പെയ്താൽ ഇവിടുത്തെ അവസ്ഥ ആകെ മാറും. റോഡിന്റെ ഇരുവശത്തും താമസിക്കുന്നവർക്ക് ഒന്ന് മനസമാധാനമായി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാകും. കഴിഞ്ഞ ദിവസം വൈകുന്നേരം അരമണിക്കൂർ മാത്രം പെയ്ത മഴയിലാണ് ഇത്രയും വലിയ വെള്ളക്കെട്ട് ഉണ്ടായത്. ഓടകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം വെള്ളം സമീപത്തെ വീടുകളിലേക്ക് മറിഞ്ഞു. റോഡ് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. 2 സൈഡും റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ റോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റും ബാക്കിയുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. എത്രയും രൂപ മുടക്കി ചെയ്ത ഒരു വർക്കാണ്. എന്നിട്ട് അതിനൊരു ശരിയാവണ്ണമുള്ളൊരു ഫിനിഷിങ്ങിൽ ഈ പണി ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഈ ഓടയ്ക്ക് ഇത്രയും വെള്ളത്തിനെ ശേഖരിച്ച് അതിനെ കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ആ ഓടയ്ക്കില്ല. റോഡ് ശാസ്ത്രീയമായി തന്നെ ചെയ്തത്, പക്ഷേ വെള്ളത്തിൻ്റെ വരവനുസരിച്ച് ഓട ശാസ്ത്രീയമായല്ല ചെയ്തത്. പിന്നെ അതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ നേരത്തെ തന്നെ ഈ റോഡ് നന്നാക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം കംപ്ലീറ്റ് ഇവിടെ വരുമായിരുന്നു. അവിടുന്ന് ഇങ്ങനെയും ഇവിടുന്ന് ഇങ്ങനെയും വരും. അന്ന് പിന്നെ ഈ വരുന്ന വെള്ളത്തിന് സൈഡിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇത് വന്നപ്പോൾ 2 സൈഡ് ഇങ്ങനെ ഉയർത്തി കെട്ടിയുണ്ട്. വെള്ളം എല്ലാം അവിടെ ഒഴുകി വന്ന് ഇവിടെ അങ്ങ് മറിഞ്ഞു, അവിടെ മറിഞ്ഞു, അവിടെ മറിഞ്ഞു. ഇന്നലെ ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു. റോഡിന്റെ ഇരുവശത്തു നിന്നും മഴയത്ത് കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം ഓടയിലേക്ക് പോകുന്നതിന് വേണ്ടി നിർമ്മിച്ച ഓവിന്റെ അവസ്ഥയാണിത്. അശാസ്ത്രീയ നിർമ്മാണം എന്നല്ലാതെ എന്താണ് പറയുക? എങ്ങനെയാണ് ഇത്രയും അധികം വെള്ളം ഈ ഓവുകളിലൂടെ ഓടയിലേക്ക് പോവുക? ഓട് നിറഞ്ഞ് വെള്ളം ഒഴുകി വന്നപ്പോൾ എൻ്റെ വീട്ടിൻ്റെ സൈഡിൽ കൂടെ ഇതിനകത്ത് കയറി ഈ 2-3 മുറികളിൽ നിറച്ച് വെള്ളമായി. നമ്മൾ അപ്പുറത്തെ കതവ് തുറന്ന് ബാക്കിലോട്ട് വെള്ളം വിടുകയാണ് ചെയ്തത്. വേറെ എല്ലാം ഒരു വഴിയില്ല. പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു ഈ മുറിക്കകത്ത്. ഞങ്ങൾ 2 പേരാണ് ഇവിടെ താമസിക്കുന്നത്. 2-3 മണി വെളുപ്പാങ്കാലത്ത് 2 മണിയാവും ഇതെല്ലാം വലിച്ച് കളഞ്ഞ് കഴുകി തീർന്നപ്പോൾ. വർഷങ്ങളെ പൊട്ടിപ്പൊളുകി കിടക്കുന്ന റോഡെന്ന നാട്ടുകാരുടെ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അതിലൂടെ ഒരു പുതിയ പ്രശ്നമാണ് ഈ നാട്ടുകാർ ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. പൊതുജനത്തിന്റെ പണം ഉപയോഗിച്ച ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതിന് കൃത്യമായ ആസൂത്രണം വേണമെന്നുള്ളതിന്റെ കൂടി തെളിവാണ് ഇവിടുത്തെ ഈ പ്രശ്നം. അഭിജിത്തിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. റോഡിന് വീതി കൂട്ടി, പക്ഷേ ഓടയ്ക്ക് വീതി കൂട്ടിയില്ല. അതാണിപ്പോൾ അവിടുത്തെ ഈ മംഗലാപുരം പോത്തൻകോട് റോഡിന് ഇരുവശത്തുമുള്ള ജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി. അവിടെ ഒരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി വലിയ മഴയൊക്കെ വരുമ്പോൾ എന്തായിരിക്കുമെന്നത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നുണ്ട്. ഓമന കൃഷ്ണൻ പറയുന്നു, ഇപ്പോൾ ഈ അവസ്ഥയാണെങ്കിൽ മഴക്കാലത്ത് എന്തായിരിക്കും അവസ്ഥയെന്ന്. എബ്രഹാം തോമസ് പറയുന്നുണ്ട്, ജലഗതാഗതത്തിനും മോട്ടോർ വാഹനങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന റോഡ് ആണ് ഇതെന്ന കാര്യം. വസന്തകുമാരി പറയുന്നു, എന്തൊരു റോഡ് നിർമ്മാണമെന്ന്. NSD പറയുന്നു, അശാസ്ത്രീയത നമ്മുടെ മുതൽക്കൂട്ടൻ. അങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം കോടികൾ മുടക്കി നവീകരിച്ചുവെന്നായിരുന്നു സ്പോൺസറുടെയും സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള GCDAയുടെയും അവകാശവാദം. എന്നാൽ
ഇന്നലെ രാത്രി പെയ്ത വേനൽ മഴയിൽ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര ചോർന്നൊലിച്ചു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ആ സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കെയാണ് അത്യാധുനികമായി നവീകരിച്ചുവെന്നറിയിച്ച സ്റ്റേഡിയത്തിൽ വെള്ളച്ചാട്ടം കണക്കെ ചോർച്ച. കാണാം, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോക നിലവാരം, ലോഭമില്ലാത്ത ചോർച്ച. ഏതാണ്ട് എല്ലാ ജോലികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒന്ന് പാർക്കിംഗ് ഗ്രൗണ്ട് ടാർ ചെയ്യുന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഹാലോജൻ മാറ്റി LED ബൾബുകൾ വന്നു. അതിപ്പോൾ ISL മാച്ച് വരുന്നത് കൊണ്ട് തന്നെ അത് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എടുത്തു പറയാവുന്ന കുറവുകളൊന്നും ഇല്ലെങ്കിൽ ബാക്കിയില്ല. കസേരകളിൽ മാറ്റം വന്നു. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ 1.5 ആഴ്ച മുൻപ് പറഞ്ഞ വാക്കുകളാണിത്. സ്റ്റേഡിയം നവീകരണത്തിൽ 90% ജോലികളും പൂർത്തിയായെന്ന് ചുരുക്കം. ഇന്നലെ രാത്രി കൊച്ചി നഗരത്തിൽ ആദ്യ വേനൽ മഴ ലഭിച്ചു. അപ്പോൾ ഈ സ്റ്റേഡിയത്തിനുള്ളിലെ കാഴ്ച കാണാം. മഴയത്ത് കൊച്ചി സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുന്നവർക്ക് നല്ല രീതിയിലൊരു വെള്ളച്ചാട്ടവും ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നാളെ മഴയാണെങ്കിൽ എല്ലാവരും കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് പോര്. സൂപ്പർ വൈബാണ്. കോടികൾ ചിലവിട്ട് നവീകരിച്ച കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഇന്നലെ ഗാലറിയിൽ വെള്ളച്ചാട്ടം. ഇന്ന് വൈകിട്ട് 7:30 മുംബൈ സിറ്റിയുമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം നടക്കാനിരിക്കെയാണ് ആശങ്കയുണ്ടാക്കി മേൽക്കൂരയിൽ ചോർച്ച. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. മെസ്സിക്ക് കുളിക്കാൻ ഷവർ റെഡി, കളി കാണാൻ വന്നാൽ കുളി ഫ്രീ എന്നിങ്ങനെ ട്രോളുകളും നിറയുന്നു. കണ്ടപ്പോൾ മെസ്സി വരുന്ന ഇതാണല്ലോ. അപ്പം മെസ്സിക്ക് കേരളം മൊത്തം ഒരുമിച്ച് കാണാൻ പറ്റാത്തതുകൊണ്ട് അതിരപ്പള്ളി സെറ്റ് ചെയ്താന്ന് തോന്നുന്നു. അതെ, മഴ പെയ്താൽ ഇപ്പോൾ വന്ന വഴി പറയണായിരുന്നു മഴ പെയ്താൽ പണിയാകും, പക്ഷെ മഴ പെയ്യില്ല എന്ന് പ്രതീക്ഷിക്കാം. ചോർച്ച നമുക്ക് ആശങ്കയില്ല, കാരണം ഞങ്ങൾ ഈസ്റ്റ് ഗാലറിയിലാണ്. ഇന്നലത്തെ വീഡിയോസ് എല്ലാം അപ്പുറത്തെ സൈഡും അവിടെ ആ ഒരു ഏരിയ ആയിരുന്നു. സോ ഞങ്ങൾക്ക് എന്തായാലും ആശങ്കയില്ല, നമ്മൾ സേഫാണ്. നല്ല കുറേ ചോരുണ്ടായിരുന്നു, കുറേ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, ഗ്രൂപ്പിലൊക്കെ കണ്ടായിരുന്നു. ആശങ്കകളൊക്കെ ഉണ്ട്. ഇന്ന് ചിലപ്പോൾ മഴ പെയ്തായി, അല്ലെങ്കിൽ മഴ പെയ്തില്ലെങ്കിൽ അത്രയും ഭാഗ്യം, സുഖമായിട്ടിരുന്ന് കളിയാണ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് ആണ് കലൂർ സ്റ്റേഡിയം നവീകരണത്തിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. തുടർന്ന് കരാർ ഇല്ലാത്തതിനെ ചൊല്ലി വിവാദങ്ങളും ഏറെ. അർജന്റീനൻ ഫുട്ബോൾ ടീമിന്റെ സൗഹൃദ മത്സരവുമായി ബന്ധപ്പെട്ടാണ് നവീകരണ ജോലികൾക്കായി സ്പോൺസർഷിപ്പ് നൽകിയത്. ഇതുവരെ മെസ്സിയും വന്നില്ല, ജ്യോതിയും വന്നില്ല. സമയപരിധി അവസാനിച്ചതോടെ നവീകരണം പൂർണ്ണമായും പൂർത്തിയാക്കാതെ തന്നെ GCDA നവംബർ 30 ശേഷം സ്റ്റേഡിയം ഏറ്റെടുത്തു. ടർഫ്, സീറ്റുകളുടെ നവീകരണം, ഹാൾ സീലിംഗ്, ചുറ്റുമതിൽ എന്നിങ്ങനെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിട്ടിരുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് GCDAയും അറിയിച്ചത്. GCDA കേരള ബ്ലാസ്റ്റേഴ്സുമായി വാടകയെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് സ്റ്റേഡിയത്തിലെ ചോർച്ചയും. നവീകരണത്തിലെ പാളിച്ചയാണോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് സ്പോൺസറോ GCDAയോ വിശദീകരിക്കണം. സ്റ്റേഡിയം 70 കോടി രൂപ മുടക്കിയാണ് നവീകരിക്കുന്നത് എന്നായിരുന്നു സ്പോൺസർ പറഞ്ഞിരുന്നത്. ഇത്രയും രൂപ മുടക്കി എന്തെല്ലാം നവീകരണം നടത്തിയെന്ന് പിന്നീട് വിശദീകരിച്ചിട്ടുമില്ല. എല്ലാം സാങ്കേതിക സമിതി പരിശോധനയ്ക്ക് ശേഷം എന്ന് അധികൃതർ പറയുമ്പോഴാണ് എടുത്ത പണി പാളിയോ എന്ന ചില സംശയം ഉയരുന്നത്. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഇന്ന് മഴയുണ്ടാകുമോ, ജോസിൻ ജോസഫ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ വ്യാഴാഴ്ച വരെ മഴ എന്നതാണ്, ഈ ഒരു അടുത്ത വ്യാഴാഴ്ച വരെ മഴ ഉണ്ടാകും എന്ന നിലയിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം വരുന്നത്. അടുത്ത 3 മണിക്കൂറുകളിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എന്ന കാര്യം കൂടി വരുന്നുണ്ട്. ഏതായാലും മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. കോഴിക്കോട് നഗരത്തിലെ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കുടിവെള്ള വിതരണം ഭാഗികമായി നിലച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നു. റോഡ് വീതി കൂട്ടുന്നതിനായി പുതിയ പൈപ്പിടുന്ന പ്രവൃത്തികൾ തുടരുന്നതിനിടെയാണ് വെള്ളം വിതരണം നിർത്തിയത്. എന്നാൽ ബദൽ സംവിധാനം ഒരുക്കാത്തതോടെ നഗരത്തിലെ പല ഭാഗങ്ങളിലും ജനങ്ങൾ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. കാണാം, അനീഷ് ദേവസി തയ്യാറാക്കിയ റിപ്പോർട്ട്. വെള്ളം കുടി മുട്ടിക്കുന്നവർ. നഗരത്തിലെ പ്രധാന പാതയായ മാനാഞ്ചിറ മലപ്പറമ്പ് റോഡ് 4 വരിയാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. ഇതിനു മുന്നോടിയായി നടക്കാവ് മുതൽ മാവൂർ റോഡുള്ള പ്രദേശങ്ങളിൽ ഒരാഴ്ച മുന്നേ കുടിവെള്ള വിതരണം നിർത്തിവെച്ചിരുന്നു. എന്നാൽ പണി വൈകിയതോടെ ജനജീവിതം ദുരിതമായിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. 7 ദിവസമായി വെള്ളം ഇല്ലാണ്ട് ഞങ്ങൾ പൈസ കൊടുത്ത് വെള്ളം വാങ്ങല. കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഒരാഴ്ചത്തേറെയായി
പൈപ്പിൽ വെള്ളം വന്നിട്ട്. കേരള വാട്ടർ അതോറിറ്റി നൽകിയ അറിയിപ്പ് പ്രകാരം അധികം വൈകാതെ പണി പൂർത്തിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പുതുതായി സ്ഥാപിച്ച പൈപ്പുകൾ പലയിടങ്ങളിലും പൊട്ടിയതോടെ പ്രവൃത്തികൾ നീണ്ടു. ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷൻ, കാട്ടുവയൽ മേഖലകളിൽ കുടിവെള്ളം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. വെള്ളം ലഭിക്കാത്തതോടെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലായി. ഈ വയസ്സന്മാർക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് കൊടുത്തണേ, അവിടുന്ന് പൊന്തിച്ച് ഒരു ബക്കറ്റ് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ കൊടുക്കുമ്പോൾ ഒരു 10 വീട്ടുകാർക്ക് ഒരു 5 ബക്കറ്റ് വെള്ളമെങ്കിലും വീട്ടിലേക്ക് ഇങ്ങനെ കൊടുത്തു പോയാൽ അതൊരു നല്ലതല്ലേ. നമുക്ക് വയ്യാത്ത ആൾക്കാരാണ് ഉള്ളത്, വേറെ ഒന്നല്ല. വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ പുറത്ത് പോയിട്ട് അവിടെ ഉള്ള സ്ഥലത്ത് പോയിട്ട് വണ്ടിയിൽ ബൈക്കിൽ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ വളരെ അത്രയും കഷ്ടപ്പാടാണ്. ഒരു മാസത്തിൽ മേലെയാണ്. വണ്ടി അവിടെ വരെ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കും. നമുക്ക് പ്രായമായ നമുക്ക് അവിടെ നിന്ന് പൊതിച്ചു കൊണ്ടുവരാൻ പറ്റുമൊന്നുമില്ല. സാമർത്ഥ്യമുള്ളവർ ഉന്തി തള്ളി പിടിച്ച് കൊണ്ടുപോകുന്നു. നമ്മളൊക്കെ എത്രയും 10-20 ദിവസം ഇവിടെ വെള്ളമില്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ കരാർ ലഭിച്ച സ്വകാര്യ കമ്പനിയാണ് പൈപ്പിടൽ നടത്തുന്നത്. റോഡ് വീതി കൂട്ടൽ പ്രവൃത്തികൾ നീളുന്നതും പൈപ്പിടൽ ജോലികളെ ബാധിക്കുന്നുണ്ടെന്നാണ് വിവരം. ബദൽ സംവിധാനം ഒരുക്കാത്തത് നഗരവാസികളുടെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. റോഡ് വികസനം അത്യാവശ്യമാണെങ്കിലും കുടിവെള്ള വിതരണം മുടങ്ങിയത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. പണി എത്രയും വേഗം പൂർത്തിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനീഷ് ദേവസ്യ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ദീർഘദൂര യാത്രക്കാർക്ക് ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമൊക്കെയായിരുന്നു സർക്കാർ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആരംഭിച്ചത്. പക്ഷേ പലയിടത്തും പദ്ധതി ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. അതിനൊരു ഉദാഹരണമാണ് വയനാട് പൊഴുതന പഞ്ചായത്തിലെ പാതി വഴിയിലായ ടേക്ക് എ ബ്രേക്ക് പദ്ധതി. ഏറ്റെടുത്ത സ്ഥലമാകട്ടെ കാട് മൂടിക്കഴിഞ്ഞു. കാണാം കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ട്. ബ്രേക്ക് പോയ ടേക്ക് എ ബ്രേക്ക്. വയനാട് പൊഴുതന പഞ്ചായത്തിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലമാണിത്. പദ്ധതി പ്രകാരം വിശ്രമ കേന്ദ്രങ്ങൾ തയ്യാറാണ്, പക്ഷേ മനുഷ്യർക്കല്ല എന്ന് മാത്രം. പൊഴുതന പഞ്ചായത്തിൽ വൈത്തിരി തരുവണ റോഡിൽ അച്ചൂരിലാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കുള്ള സ്ഥലം കണ്ടെത്തി പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചായത്തിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്ന സ്ഥലം വൃത്തിയാക്കി പച്ചത്തുരുത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. 2018 മുമ്പ് ഇവിടുത്തെ വേസ്റ്റ് കൊണ്ട് ഇടം ചെയ്യുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അത് പൊതുജന ശല്യമായി മാറി ആളുകളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഭരണസമിതി അത് നീക്കം ചെയ്യും. അതിനുശേഷം അത് പച്ചത്തുരുത്തായി പ്രഖ്യാപിക്കുകയും ശുചിത്വ മിഷൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് 2 ബാത്റൂമും ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ചെയ്തിട്ടുണ്ടായിരുന്നു. പൂക്കോട് ലൈക്ക് ടു ബാണാസുര റോഡാണ്. ടൂറിസ്റ്റുകൾ നല്ല രീതിയിൽ പോകുന്നത്. അപ്പോൾ അവർക്കൊരു ബ്രേക്ക് ചെയ്തിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. വിനോദസഞ്ചാരികൾ അടക്കമുള്ള യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഇടമായി മാറുന്ന പദ്ധതി ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരുന്നത്. ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും പൂന്തോട്ടം നിർമ്മിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിലും മുൻ ഭരണസമിതിയുടെ ക്രമക്കേടുകൾ ഉണ്ടായെന്ന് നിലവിലെ പഞ്ചായത്ത് അധികൃതർ. കഴിഞ്ഞ ഭരണസമിതിൻ്റെ കാലത്ത് വികസന സെമിനാറിലും വർക്കിംഗ് ഗ്രൂപ്പിലൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് കാലത്ത് തന്നെ അന്നത്തെ മിനിസ്ട്രിയിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പച്ചത്തുരുത്ത് ഈ 2 ടൂറിസ്റ്റ് കേന്ദ്രം ബാണാസുര അതുപോലെ തന്നെ പൂക്കോട് ലൈക്കിൻ്റെ സെൻറ്ററായിട്ടാണ് വരുന്നത്. അവിടെ ഒരു നല്ല ടൂറിസത്തിന് നല്ലൊരു സാധ്യതയുള്ള മേഖലയാണ്. അത് ടൂറിസമായിട്ട് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ മിനിസ്ട്രിയിൽ രേഖപ്പെടുത്തിയാണ്. പക്ഷേ കഴിഞ്ഞ ഭരണസമിതിക്ക് അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പദ്ധതിയുടെ ഭാഗമായി ടോയ്ലറ്റ് കെട്ടിടം നിർമ്മിക്കുകയും ഇവിടെയുള്ള കിണർ, തോട് എന്നിവ വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ പ്രവൃത്തികൾ മുടങ്ങിയതോടെ ഇവിടം കാട് കയറിയ നിലയിലായി. ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ആ പദ്ധതി ഇപ്പോൾ ആകെ കാട് മൂടി കിടക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധ താവളമാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷങ്ങൾ മുടക്കിയ ഒരു ബാത്റൂം, ടോയ്ലറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ അതിനുള്ളിലുണ്ട്. അതുകൊണ്ടൊന്നും പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അത് മാത്രമല്ല ഇവിടെ പുലിശല്യം വല്ലാണ്ട് ഉള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അത് ജനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണുള്ളത്. വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്താനുള്ള പ്രധാന പാതയായ ഇവിടെ വിശ്രമ കേന്ദ്രം സ്ഥാപിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറെ ആശ്വാസമാകുമെന്ന് പ്രദേശവാസികൾ. ദീർഘവീക്ഷണത്തോടു കൂടി ഇപ്പോഴുള്ള ഭരണസമിതി ഞങ്ങൾക്ക് എന്തായാലും ഒരു ഉറപ്പുണ്ട്. അതെന്തായാലും ഇതിൽ ഡെവലപ്പ് ആകുന്ന രീതിയിൽ ഞങ്ങൾ പല പ്രൊപ്പോസലിൽ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു രീതി കാണുകയാണെങ്കിൽ ഈ പഞ്ചായത്തിന് തന്നെ ഒരു തനത് വരുമാനം വരുന്ന രീതിയിലേക്ക് ഈ 5 ഏക്കറോളം സ്ഥലം ആക്കിയെടുക്കുക എന്നുള്ളതാണ്.
മാറി മാറി വരുന്ന സർക്കാരുകൾക്കും ഭരണസമിതികൾക്കും എന്നും അഴകാണ് അവർ പ്രഖ്യാപിക്കുന്ന പുത്തൻ പദ്ധതികൾ. പദ്ധതികൾ പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, അത് നടത്താനാണ് പ്രയാസം. പൊടുതനയിലും കാലതാമസമില്ലാതെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. ക്യാമറാമാൻ മനു ദാമോദരനും പ്രകാശൻ വള്ളത്തിനുമൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ഐഡിയിലും നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളും അറിയിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി ആ നമ്പർ പ്രേക്ഷകർ ഓർത്തിരിക്കുക. ഈ നമ്പറിലേക്ക് വാട്സാപ്പ് വിശേഷങ്ങൾ അയക്കുക. അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ ഈ നമ്പറിലേക്ക് പ്രേക്ഷകർക്ക് അറിയിക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.